Hello students, welcome back to Litloom. An Angel in Disguise by T.S. Arthur. ആ സ്റ്റോറി മുഴുവനും ഒരു 3 പാർട്ട് വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിനുശേഷമുള്ള നിങ്ങളുടെ +1 പാഠപുസ്തകത്തിലെ ആക്ടിവിറ്റി സോൺ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആയിരിക്കും. ഇതിന് ശേഷം ഒരു വീഡിയോയും കൂടെ ഉണ്ടാവും. അതിൽ നമ്മൾ മുഴുവൻ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി സോൺ ദി പോസ്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ദി പോസ് എന്ന് പറയുന്നത് നമ്മളുടെ അൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ്, അതായത് T.S. ആർതറിൻ്റെ സ്റ്റോറി. ആ സ്റ്റോറിയെ ആസ്പദമാക്കി നൽകിയിരിക്കുന്ന ഒരു ഫ്ലാഷ് ഫിക്ഷനാണ്. ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു കഥ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന ആ മുഴുവൻ കഥയിലെയും ഒരു പ്രധാനപ്പെട്ട നിമിഷം മാത്രം എടുത്തിട്ട് ഒരു കഥയായിട്ട് എഴുതുന്നതിനെയാണ് ഫ്ലാഷ് ഫിക്ഷൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ് എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് യഥാർത്ഥ കഥയിലെ ഒരു പ്രധാന നിമിഷത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദ പോസ് എന്ന് പറഞ്ഞ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ജോ തോംസൺ മാഗിയെ ഉപേക്ഷിക്കാതെ തിരികെ വരാൻ തീരുമാനിക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിനെ കൂടുതൽ വികാരഭരിതമായിട്ട് അവതരിപ്പിക്കുകയാണ് ഇവിടെ. അപ്പം ഞാൻ വായിക്കാം. ദി ഡോർ ക്ലോസ്ഡ്, നോട്ട് ലൗഡ്ലി, ജസ്റ്റ് ഇനഫ് ടു സൗണ്ട് ഫൈനൽ. അപ്പം വാതിൽ ഉറക്കെയല്ല, പക്ഷേ എല്ലാം അവസാനിച്ചതുപോലെ തോന്നിക്കുന്ന വിധത്തിൽ പതുക്കെ അടഞ്ഞു. മാഗി വാച്ച്ഡ് ദ ഡസ്റ്റ് സെറ്റിൽ വെയർ ഫീറ്റ് ഹാഡ് ബീൻ. അപ്പം ആളുകൾ നടന്നു പോയ സ്ഥലത്ത് പൊടി അടിയുന്നത് മാഗി നോക്കി നിന്നു. ദ റൂം ഫെൽറ്റ് ലാർജർ, എംപ്റ്റിയർ, കോൾഡർ. അപ്പം മുറി കൂടുതൽ വലുതും ശൂന്യവും തണുപ്പുള്ളതുമായി അവൾക്ക് അനുഭവപ്പെട്ടു. ഷി ട്രൈഡ് ടു കോൾ ഔട്ട്, ബട്ട് ഫിയർ പ്രസ്ഡ് ഹെർ വോയിസ് ഫ്ലാറ്റ്. അവൾ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്താണ്, ഭയം അവളുടെ ശബ്ദത്തെ അടക്കിക്കളഞ്ഞു. ദെൻ ഫുട് സ്റ്റെപ്സ്. അപ്പോൾ കാൽ ചുവടുകളുടെ ശബ്ദം കേട്ടു. They stopped. ആ കാൽ ചുവടുകൾ നിർത്തി. വെയിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, അല്പനേരം അവിടെ തന്നെ നിന്നു. ജോ തോംസൺ stood at the threshold, his hand still on the latch. അപ്പൊ ജോ തോംസൺ വാതിൽ പടിയിൽ നിന്നു, അദ്ദേഹത്തിന്റെ കൈ ഇപ്പോഴും വാതിലിന്റെ പിടിയിലായിരുന്നു. He did not know why he had turned back. അപ്പം എന്തുകൊണ്ടാണ് താൻ തിരികെ വന്നെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലായിരുന്നു. Maggie's eyes found him, wide and pleading. അപ്പൊ പ്രതീക്ഷയും അപേക്ഷയും നിറഞ്ഞ ആ വലിയ കണ്ണുകളോടെ മാഗി അദ്ദേഹത്തെ നോക്കി. Don't leave me, she whispered. എന്താണ്, എന്നെ വിട്ടു പോകരുതേ, അവള് പതുക്കെ ചുണ്ടിൽ ഇങ്ങനെ മുറുമുറുത്തു. He stepped inside and the room breathed again. അപ്പം അദ്ദേഹം മുറിക്കുള്ളിലേക്ക് കയറി. ആ നിമിഷം മുറിക്കും വീണ്ടും ജീവൻ തിരികെ ലഭിച്ചതുപോലെ തോന്നി എന്നാണ് ഈ കഥയുടെ അർത്ഥം. അപ്പം വലിയൊരു കഥയിലെ ചെറിയൊരു ഭാഗത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. The literary piece you have just read is a flash fiction based on a significant moment from An Angel in Disguise. അപ്പം നിങ്ങൾ ഇപ്പോൾ വായിച്ച സാഹിത്യഭാഗം, അപ്പം നമ്മൾ വായിച്ചല്ലോ, അത് ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന കഥയിലെ ഒരു പ്രധാന നിമിഷത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ഒരു ഫ്ലാഷ് ഫിക്ഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഫ്ലാഷ് ഫിക്ഷൻ എന്താണെന്നുള്ളത്. സോ നൗ how a brief incident from the story is reshaped into a compact narrative that conveys emotion and meaning in just a few words. അപ്പം നോക്കിയേ, കഥയിലെ ഒരു ചെറിയ സംഭവം എങ്ങനെ കുറച്ച് വാക്കുകളിൽ വികാരവും അർത്ഥവും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കഥയായി മാറ്റിയിരിക്കുന്നു എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. In An Angel in Disguise, a silent act of kindness becomes the turning point in Maggie's life and also in the life of the Thompsons. അപ്പം ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന കഥയിൽ ആരും അറിയാതെ ചെയ്ത ഒരു ചെറിയ ദയാപ്രവൃത്തി മാഗിയുടെയും തോംസൺ ദമ്പതികളുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിട്ട് മാറുന്നുണ്ട്. Choose a moment from the story and rewrite it in the manner of flash fiction. 80 to 100 words എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കഥയിൽ നിന്ന് ഒരു പ്രധാന നിമിഷം തിരഞ്ഞെടുത്ത് അത് 80 മുതൽ 100 വാക്കുകളിൽ ഒരു ഫ്ലാഷ് ഫിക്ഷൻ രൂപത്തിൽ എഴുതുക എന്നാണ് പറയുന്നത്. അപ്പം നോക്കിയേ, നമുക്ക് എന്തൊക്കെ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദ ഇൻസ്റ്റന്റ് മാഗി റിയലൈസസ് ദറ്റ് എവ്രി വൺ ഹാസ് ലെഫ്റ്റ്. എന്താണ്, എല്ലാവരും തന്നെ വിട്ടുപോയെന്ന് മാഗി തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ വെൻ ജോ റിട്ടേൺസ് ഹോം വിത്ത് മാഗി എന്ന് പറഞ്ഞാൽ എന്താണ്,
ജോ തോംസൺ മാഗിയുമായി വീട്ടിലേക്ക് മടങ്ങി എത്തുന്ന രംഗം എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രംഗം എടുത്ത് എഴുതാം. ഇനി നോക്കിയേ, എന്താണ് ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഫ്ലാഷ് ഫിക്ഷൻ റെപ്രസെന്റ്സ് an effort to create and define a relatively new genre of literature. അപ്പോൾ ഫ്ലാഷ് ഫിക്ഷൻ സാഹിത്യത്തിലെ താരതമ്യേന ഒരു പുതിയ വിഭാഗമാണ്. അപ്പം എന്താന്ന് വെച്ചാൽ അതിനെ രൂപപ്പെടുത്താനും നിർവചിക്കാനുമുള്ള ഒരു ശ്രമമായിട്ടാണ് നിങ്ങളുടെ പുസ്തകത്തിൽ ഇത് കൊടുത്തിരിക്കുന്നത്. It is a form of storytelling that conveys an idea, a moment or an emotional experience in a limited number of words. എന്താണ് പറയുന്നത്? വളരെ കുറച്ച് വാക്കുകളിൽ ഒരാശയമോ ഒരു നിമിഷമോ ഒരു വികാര അനുഭവമോ അവതരിപ്പിക്കുന്ന ഒരു കഥാരൂപമാണ് ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്നത്. It is also referred to as microfiction, blasters, nanofiction, to name just a few. അപ്പം എന്താണ് പറയുന്നത്? ഫ്ലാഷ് ഫിക്ഷനെ മൈക്രോ ഫിക്ഷൻ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നാനോ ഫിക്ഷൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്ലാഷ് ഫിക്ഷൻ എഴുതാം. അപ്പം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദ ഇൻസ്റ്റന്റ് മാഗി റിയലൈസസ് ദറ്റ് എവ്രി വൺ ഹാസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും പോയെന്ന് മാഗിക്ക് മനസ്സിലാകുന്ന ആ നിമിഷം, അതാണ് നമ്മൾ ഇവിടെ എഴുതാനായിട്ട് പോകുന്നത്. അപ്പം നോക്കിക്കോ. Maggie lay still as the voices faded away. One by one, the footsteps disappeared, leaving only silence behind. എന്താണ്? ശബ്ദങ്ങൾ പതിയെ അകന്നു പോകുമ്പോൾ മാഗി അനങ്ങാതെ കിടന്നു. ഒന്നൊന്നായി കാൽച്ചുവടുകളുടെ ശബ്ദവും ഇല്ലാതായി. പിന്നെ അവശേഷിച്ചത് എന്താണ്? നിശബ്ദത, സൈലൻസ് ബിഹൈൻഡ്. കണ്ടോ? The empty room felt colder than ever. എന്താണ്? ആ ശൂന്യമായ മുറി മുമ്പെങ്ങുമില്ലാത്ത അത്ര തണുപ്പുള്ളതായിട്ട് അവൾക്ക് തോന്നി. And fear tightened around her heart. എന്താണ്? ഭയം അവളുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? മുറുകെ പിടിച്ചു. She wondered if she had been forgotten forever. അപ്പൊ എന്നേക്കുമായിട്ട് തന്നെ എല്ലാവരും മറന്നുപോയോ എന്ന് അവൾ ചിന്തിച്ചു. Just then the door opened again. ജോ തോംസൺ stood there, his face gentle and kind. എന്താണ്? അപ്പോഴേക്കും വാതിൽ വീണ്ടും തുറന്നു. ജോ തോംസൺ അവിടെ നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് സൗമ്യതയും പിന്നെന്തായിരുന്നു? കരുണയും, കൈൻഡ്. കണ്ടോ? കരുണയും നിറഞ്ഞിരുന്നു. Without saying much, he lifted her carefully into his arms. എന്താണ്? ഒന്നും അധികം പറയാതെ അദ്ദേഹം അവളെ വളരെ ശ്രദ്ധയോടെ തന്റെ കൈകളിലേക്ക് എടുത്തുയർത്തി. കണ്ടോ? ശ്രദ്ധയോടെ. കെയർഫുള്ളി into his arms. Next line. Maggie rested her head on his shoulder, and for the first time since her mother's death, she felt safe and no longer alone. അപ്പം മാഗി തൻ്റെ തല അദ്ദേഹത്തിൻ്റെ തോളിൽ ചായ്ച്ചു. അമ്മ മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് അവൾ സുരക്ഷിതയാണെന്നും ഇനി താൻ ഒറ്റയ്ക്കല്ലെന്നും അവൾക്ക് തോന്നി. അപ്പം ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലാഷ് ഫിക്ഷൻ. ഒരു ചെറിയ മൊമെൻ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് മാഗിയെ ഉപേക്ഷിച്ച് നാട്ടിലുള്ള എല്ലാവരും അമ്മയുടെ മരണശേഷം പോയിട്ടുള്ള ആ ഒരു ചെറിയ മൊമെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് സിലബസ് മാറിയത് കൊണ്ട് തന്നെ ചിലപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം വളരെ ചെറുതായിട്ട് എഴുതിയാൽ മതി. 80 to 100 സെൻറ്റൻസിൽ നിന്നാൽ മതി. ഇത് ഏകദേശം ഒരു 85 വേർഡ്സിലേ വരുന്നുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. Read the following paragraph and observe how sentences are logically and meaningfully connected. അപ്പം നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിക്കുക. അതിനകത്തെ സെൻറ്റൻസസ് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, ലോജിക്കലിയും മീനിങ്ഫുള്ളിയും കണക്റ്റഡ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിന് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ പവർ ഓഫ് ദി പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൻ്റെ പവർ? പവർ എന്ന് പറഞ്ഞാൽ ശക്തി. എന്തിൻ്റെ ശക്തിയാണ്? പ്രസൻറ്റ്, അതായത് വർത്തമാനത്തിൻ്റെ, അതായത് പ്രസൻറ്റ് ലൈഫ്, ഇന്ന് ജീവിക്കുന്ന, ഇന്നിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറയുന്ന ഒരു പാരഗ്രാഫാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫോക്കസ് ഓൺ ദി പ്രസൻറ്റ് മൊമെൻറ്റ് ഇൻ ഓർഡർ ടു ലീവ് എ മീനിങ്ഫുൾ ലൈഫ്. അതായത് അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഇപ്പോഴുള്ള നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ പ്രധാനമാണ്. Many people waste time worrying about the future or regretting the past, forgetting what they can actually do today. അപ്പം പലരും എന്താണ്? ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയും ഭൂതകാലത്തെ ഓർത്ത്, ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്തുവാ? കഴിഞ്ഞ കാലം, അതിനെ ഓർത്ത് വിഷമിക്കുകയും ചെയ്ത് ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്നു. The present is the only time in which we can truly act, and the people around us are the ones who need our care the most. അപ്പം
നമുക്ക് ശരിക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കാണ് നമ്മുടെ കരുതൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഉദാഹരണത്തിന്, ഇഫ് എ ട്രാവലർ സീസ് ആൻ ഇഞ്ചേർഡ് പേഴ്സൺ, ഒരു യാത്രക്കാരൻ വഴിയിൽ പരിക്കേറ്റ ഒരാളെ കണ്ടാൽ ഓൺ ദി റോഡ് ആൻഡ് ചൂസസ് ടു സ്റ്റോപ്പ് ആൻഡ് ഹെൽപ്പ് ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് അവേ, അപ്പം അവിടെ നിന്ന് പോകാതെ നിർത്തി അവിടെ നിന്നിട്ട് സഹായിക്കാൻ തീരുമാനിച്ചാൽ, ദാറ്റ് ഇമ്മീഡിയറ്റ് ആക്ട് ഓഫ് കൈൻഡ്നെസ് കുഡ് സേവ് എ ലൈഫ് ആൻഡ് ബിൽഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ സ്ട്രേഞ്ചേഴ്സ്. അപ്പം ആ സമയത്തുള്ള ആ ചെറിയ കരുണാ പ്രവൃത്തി ഒരു ജീവൻ രക്ഷിക്കാനും പരസ്പരം പരിചയമില്ലാത്തവർക്കിടയിൽ വിശ്വാസം വളർത്താനും എന്ത് ചെയ്യും, സാധിക്കും. ദിസ് ഷോസ് ദാറ്റ് doing the right thing at the right time can solve urgent problems and strengthen human connections. അപ്പം ശരിയായ സമയത്ത് ശരിയായ കാര്യം ചെയ്യുന്നത് അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും സഹായിക്കുമെന്ന് ഇത് കാണിക്കുന്നു. അപ്പം therefore, അതുകൊണ്ട് learning to value the present and support others when it matters the most is a true sign of living wisely. എന്താണ്? അതുകൊണ്ട് എന്താണ്, ഇപ്പോഴുള്ള സമയത്തിന് വില കൊടുക്കാനും ഏറ്റവും ആവശ്യമായ സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാനും പഠിക്കുന്നതാണ് ബുദ്ധിപൂർവം ജീവിക്കുന്നതിൻ്റെ യഥാർത്ഥ അടയാളം. അപ്പം ഈ പാരഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്തത് എന്നുള്ളതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പാരഗ്രാഫ് റൈറ്റിംഗ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോക്കസസ് ഓൺ വൺ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രധാന ഐഡിയ, ഒരു പ്രധാന ആശയത്തെ മാത്രം അടിസ്ഥാനമാക്കണം. രണ്ടെന്താണ്, യൂഷ്വലി ബിഗിൻസ് വിത്ത് എ ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞാൽ സാധാരണയായി വിഷയത്തെ പരിചയപ്പെടുത്തുന്ന ഒരു വാക്യത്തോടെയാണ് തുടങ്ങുന്നത്. എന്തെങ്കിലും ഒരു വാക്യം വെച്ച് നമുക്ക് തുടങ്ങാം. മെയിൻറ്റെയിൻസ് ക്ലാരിറ്റി, കൊഹീറൻസ് ആൻഡ് യൂണിറ്റി. അപ്പം നമ്മളുടെ പാരഗ്രാഫിന് എന്ത് വേണം? വ്യക്തത വേണം, ക്ലാരിറ്റി, കൊഹീറൻസ് അതായത് ആശയങ്ങളുടെ ഒരു യോജിപ്പ് വേണം, ആൻഡ് യൂണിറ്റി അതായത് തുടർച്ചയായിട്ട് നമ്മൾ അതിനൊരു കണ്ടിന്യൂറ്റി, ഒരു യൂണിറ്റി ഉണ്ടാവണം. allows logical flow between sentences. എന്താണ് ലോജിക്കൽ ഫ്ലോ? വാക്യങ്ങൾ തമ്മിൽ യുക്തിപൂർവമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരിക്കണം. ensures that every sentence is relevant to the main idea. ഓരോ വാക്യവും എങ്ങനെയായിരിക്കണം? പ്രധാന ആശയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. നമ്മൾ മെയിനായിട്ട് ഇവിടെ എന്താണ്, പവർ ഓഫ് പ്രസന്റ്, പ്രസന്റിൽ ജീവിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പറഞ്ഞു പോയാൽ അതിന്റെ കണക്ഷൻ വിട്ടു പോവില്ലേ? അങ്ങനെ വരരുത്. റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വേണം നമ്മൾ എഴുതാനായിട്ട്. ends with a concluding statement. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അവസാനത്തിൽ എന്ത് വേണം? ഒരു കൺക്ലൂഷൻ, അതായത് ഉപസംഹാരം എന്ന് പറയും. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് എൻഡ് ചെയ്യാൻ. ഇവിടെ നോക്കിയേ, ചില വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പിന്നെ ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ therefore എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. Now place the sentences in the power of the present in the given table suitably. അപ്പം നിങ്ങളിപ്പോൾ പവർ ഓഫ് ദി പ്രസന്റ് എന്ന് പറഞ്ഞൊരു പാരഗ്രാഫ് നമ്മൾ വായിച്ചല്ലോ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അതായത് കാറ്റഗറി എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, പിന്നെ സെൻറ്റൻസ് ഉണ്ട്, പിന്നെ പർപ്പസ് ഉണ്ട്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ നോക്കിയേ, ടോപ്പിക് സെൻറ്റൻസ്, അതായത് മെയിൻ സെൻറ്റൻസ്, പിന്നെ വരുന്നത് സപ്പോർട്ടിങ് സെൻറ്റൻസ്, അതായത് ആ സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്, പിന്നെ അങ്ങനത്തെ 2 സെൻറ്റൻസ് എഴുതണം, പിന്നെ എക്സാമ്പിൾ, പിന്നെ റീസൺ, പിന്നെ കൺക്ലൂഡിങ്, അവസാനം എങ്ങനെ എൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ സെൻറ്റൻസസ് എല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും കൂടി നമുക്ക് പറഞ്ഞു പോവാം. അപ്പം നോക്കിയേ, ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ മുഖ്യ ആശയവാക്യമാണ്, മെയിൻ ആയിട്ടുള്ള ആശയമാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫോക്കസ് ഓൺ ദി പ്രസന്റ് മൊമെന്റ് ഇൻ ഓർഡർ ടു ലീവ് എ മീനിങ് ഫുൾ ലൈഫ്. അതിൻ്റെ അർത്ഥം ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറയാം. ഇൻട്രൊഡ്യൂസസ് ദ മെയിൻ ഐഡിയ ഓഫ് ദി പാരഗ്രാഫ്. It usually appears as the first or second sentence of a paragraph. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരഗ്രാഫിന്റെ പ്രധാന ആശയം അവതരിപ്പിക്കുന്ന വാക്യമാണിത് ആണല്ലോ. സാധാരണയായി ഇത് പാരഗ്രാഫിന്റെ ആദ്യത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ വാക്യമായിരിക്കും അല്ലേ? ഇനി സപ്പോർട്ടിംഗ് സെന്റൻസ് എന്താണെന്ന് നോക്കിക്കേ. Many people waste time worrying about the future or regretting the past, forgetting what they can actually do today. അപ്പോൾ അതിന്റെ പർപ്പസ് എന്താണ്?
അതായത് അതിന്റെ അർത്ഥം എന്താന്ന് ഒന്ന് വേഗത്തിൽ പറയാം. അതായത് പലരും ഭാവിയെക്കുറിച്ച് ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്നു, അത് കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് പ്രസന്റിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സെന്റൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ പർപ്പസ് എന്താണ്? സപ്പോർട്ട്സ് ദി ആർഗ്യുമെന്റ് ഓഫ് ദി ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞാൽ മുഖ്യ ആശയത്തെ പിന്തുണയ്ക്കുന്ന ഒരു വാക്യമാണ്, അല്ലെ, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്യമാണ്. അപ്പൊ സപ്പോർട്ടിംഗ് സെന്റൻസ് വണ്ണിന്റെ ഉദ്ദേശം എന്താണ്? ഒന്ന് മെയിൻ ആശയത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇനി സെന്റൻസ് 3 നോക്കിക്കേ, സപ്പോർട്ടിംഗ് സെന്റൻസ് 2 ആണ്. The present is the only time in which we can truly act as, and the people around us are the ones who need our care the most. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ആഡ്സ് ഇൻഫർമേഷൻ ടു മേക്ക് ദി പോയിന്റ് ക്ലിയറർ എന്ന് പറഞ്ഞാൽ ആശയം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. അപ്പൊ ആദ്യത്തെ സപ്പോർട്ടിംഗ് സെന്റൻസിന്റെ ഉദ്ദേശം എന്തായിരുന്നു? മെയിൻ സെന്റൻസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തെ സെന്റൻസിന്റെ ഉദ്ദേശം എന്താണ്? കുറച്ചും കൂടെ ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നു. ഇനി എക്സാമ്പിൾ കണ്ടില്ലേ? ഫോർ എക്സാമ്പിൾ കണ്ടോ, if a traveler sees an injured person on the road and chooses to stop and help instead of walking away, the immediate act of kindness could save a life and build trust between the strangers. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് വേഗം വായിച്ചു പോകുന്നത്. അപ്പൊ അതിന്റെ പർപ്പസ് എന്താണ്? gives evidence to support the idea. അതായത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയത്തെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവോ ഉദാഹരണമോ നമ്മൾ കൊടുക്കണം. ഒരു പാരഗ്രാഫിൽ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ എഴുതുന്നു. അപ്പൊ എക്സാമ്പിളിന്റെ ഉദ്ദേശം എന്താണ്? ആശയത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു തെളിവാണ്, അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ്. ഇനി റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി കാരണം വ്യക്തമാക്കണം, അല്ലേ? This shows that doing the right thing at the right time can solve urgent problems and strengthen human connections. അതായത് ശരിയായ സമയത്ത് ശരിയായ കാര്യം ചെയ്യുന്നത് അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും സഹായിക്കുമെന്ന് കാണിക്കുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ പർപ്പസ് എന്താണ്? Explains why the example or idea is important എന്ന് പറഞ്ഞാൽ ഉദാഹരണമോ അല്ലെങ്കിൽ ആശയമോ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതായത് എന്ന് വിശദീകരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഒരു എക്സാമ്പിൾ എഴുതുമല്ലോ. അപ്പൊ ആ എക്സാമ്പിള് എന്തുകൊണ്ടാണ് അത്രയും പ്രധാനപ്പെട്ടതായത് എന്ന് അതിന്റെ കാരണം നമ്മൾ എഴുതണം. പിന്നെ ലാസ്റ്റ് നമ്മൾ എങ്ങനെയാ ഒരു കൺക്ലൂഡിങ് സെന്റൻസ് വേണം. എന്താണ് അതിൽ പറയുന്നത്? Therefore, learning to value the present and support others when it matters the most is a true sign of living wisely. അതിന്റെ പർപ്പസ് എന്താണ്? കൺക്ലൂഷന്റെ പർപ്പസ് എന്താണ്? പ്രധാന ആശയം നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ എഴുതുന്നത് ആ ആശയം ഒന്ന് സമ്മറൈസ് ചെയ്യുവാണ്, അതായത് ഒന്ന് സംഗ്രഹിക്കുകയാണ്. അതിനെ വീണ്ടും നമ്മളിങ്ങനെ ഒന്ന് ഊന്നി പറയുക എന്ന് പറയില്ലേ, ഒന്ന് റീൻഫോഴ്സ് ചെയ്യത്തില്ലേ? റീൻഫോഴ്സ് ചെയ്യുകയാണ് നമ്മളുടെ ഈ ഒരു കൺക്ലൂഡിങ് സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു പാരഗ്രാഫ് റൈറ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻ വരും. അപ്പം നിങ്ങൾ മെയിൻ ടോപ്പിക്കിനെ പറ്റിയിട്ട് എഴുതുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 സെന്റൻസ് നിങ്ങൾക്ക് എഴുതാം, എന്നിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എഴുതാം, പിന്നെ ഒരു റീസൺ എഴുതാം, ലാസ്റ്റ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പം എങ്ങനെ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് വന്നാൽ എഴുതും എന്നുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ഭാഗം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബി ക്വസ്റ്റ്യൻ. The sentences below are taken from a single paragraph but are jumbled up. അപ്പം ഒരു പാരഗ്രാഫിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, സെന്റൻസുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്, പക്ഷെ അത് ജംബിൾഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തല തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമുള്ള സെന്റൻസ് അല്ല ആദ്യം കൊടുത്തിരിക്കുന്നത്, അത് ചിലപ്പോൾ മൂന്നാമതോ നാലാമതോ ആയിരിക്കാം, നമുക്കറിയില്ല. അതാണ് ജംബിൾഡ് അപ്പ് എന്ന് പറയുന്നത്. നമ്പർ ദി സെന്റൻസസ് ഫ്രം 1 to 7 to mark the order in which they should appear. അപ്പൊ ഈ സെന്റൻസ് പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഏതാണ്, രണ്ടാമത്തെ സെന്റൻസ് ഏതാണ്, മൂന്നാമത്തേത് ഏതാണ് എന്ന് നിങ്ങൾ ആ ബോക്സിൽ എഴുതണം. അതിനാണ് അവിടെ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 to 7 1 തൊട്ട് 7 സെന്റൻസസ് വരെ ഉണ്ട്. അപ്പം നിങ്ങളിപ്പം ഞാൻ പഠിപ്പിച്ചല്ലോ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പം ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണെന്നുള്ളത് മനസ്സിൽ വെച്ചോണം. അപ്പം നോക്കി, ഞാൻ എല്ലാ സെന്റൻസിന്റെ അർത്ഥം ഒന്ന് ആദ്യം വായിക്കാം, എന്നിട്ട് നിങ്ങൾ തന്നെ മനസ്സിൽ വിലയിരുത്തിയിട്ട് ഏത് സെന്റൻസ് ആദ്യം വരും എന്ന് കണ്ടുപിടിച്ചോളുക. അപ്പം ആദ്യത്തെ സെന്റൻസ്, thus an angel in disguise effectively conveys the idea that human choices guided by kindness and moral awareness can shape lives in meaningful ways. അതിനർത്ഥം ഞാൻ പറയാം. ദസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞൊരു പാരഗ്രാഫ് തുടങ്ങുമോ? ഇല്ല. അപ്പം ഇതൊരിക്കലും ഒന്നാമത്തെ സെന്റൻസ് അല്ല, അത് മനസ്സിൽ വെച്ചോണം. സോ അങ്ങനെ an angel in disguise എന്ന കഥ കരുണയും ധാർമ്മിക ബോധവും നയിക്കുന്ന മനുഷ്യരുടെ തീരുമാനങ്ങൾ ജീവിതങ്ങളെ അർത്ഥവത്തായ രീതിയിൽ മാറ്റിമറിക്കാമെന്ന ആശയം ഫലപ്രദമായി അവതരിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇനി നോക്കിയേ രണ്ടാമത്തെ സെന്റൻസ്. ജോസ് ഡിസിഷൻ to take Maggie in his home is a clear example of how empathy can bring about life changing consequences. നോക്കിയേ അവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എക്സാമ്പിൾ റിലേറ്റഡ് സെന്റൻസ് ആണ്, അതും ഒരിക്കലും ആദ്യം വരില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറയാം. മാഗിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ജോയിയുടെ തീരുമാനം സഹാനുഭൂതി ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. മൂന്നാമത്തെ സെന്റൻസ്. ദ സ്റ്റോറി ഓൾസോ സജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റോറി വേറൊരു കാര്യം കൂടെ സജസ്റ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഇതൊരിക്കലും ഒന്നാമത്തെ സെന്റൻസ് വരില്ല, നിങ്ങൾ തന്നെ മനസ്സിൽ വെച്ചോണം. Suggests that true humanity lies in recognizing suffering and responding with care even when it demands personal sacrifice. അപ്പം സ്വന്തം ത്യാഗം ആവശ്യമായാലും മറ്റുള്ളവരുടെ ദുഃഖം തിരിച്ചറിഞ്ഞ് കരുതലോടെ പ്രതികരിക്കുന്നതിലാണ് യഥാർത്ഥ മാനവികത എന്ന് ഈ കഥ സൂചിപ്പിക്കുന്നു. അടുത്ത ലൈൻ. An angel in disguise by T.S. Arthur points out the transformative power of small acts of compassion. നോക്കിയേ എന്താണ് പറയുന്നത്? ടി.എസ്. ആർതറിന്റെ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് ചെറിയ കരുണാ പ്രവർത്തനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ശക്തിയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കഥയാണ്. അപ്പം ഇത് ആദ്യത്തെ സെന്റൻസ് ആയിട്ട് വരാം അല്ലേ? This act is significant because it challenges convention and underscores the power of conscience over public opinion. അപ്പം ഈ പ്രവൃത്തി പ്രധാനപ്പെട്ടതാണ് കാരണം അത് പതിവ് ചിന്തകളെ ചോദ്യം ചെയ്യുകയും പൊതുജന അഭിപ്രായത്തെക്കാൾ മനസാക്ഷിയുടെ ശക്തിയെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. The story is set against a background of poverty and social apathy wherein ഡിഫറൻസ് ഓവർറൈഡ്സ് സിമ്പത്തി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? സഹതാപത്തേക്കാൾ അവഗണനയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെയും സാമൂഹിക അനാസ്ഥയുടെയും പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത് എന്നെഴുതാം. Through the character of Joe Thompson, the writer shows how social responsibility can emerge quietly through thoughtful action rather than emotional speeches. അപ്പം ജോ തോംസൺ എന്ന കഥാപാത്രത്തിലൂടെ വികാരഭരിതമായ പ്രസംഗങ്ങളിലൂടെയല്ല മറിച്ച് ചിന്താപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് സാമൂഹിക ഉത്തരവാദിത്തം പ്രകടമാകുന്നത് എന്ന് എഴുത്തുകാരൻ കാണിച്ചു തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം എങ്ങനെ ഇത് അറേഞ്ച് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. ആദ്യത്തെ സെന്റൻസ് കണ്ടോ? ദ സ്റ്റോറി ഈസ് സെറ്റ് അഗെയിൻസ്റ്റ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോവർട്ടി ആൻഡ് സോഷ്യൽ അപ്പതി വെയർ ഇൻഡിഫറൻസ് ഓവർറൈഡ്സ് സിമ്പത്തി. അത് എഴുതാം. അതിനുശേഷം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത് ടി.എസ്. ആർതർ. അതിനകത്ത് ടി.എസ്. ആർതർ പോയിന്റ്സ് ഔട്ട് ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോ തോംസന്റെ കാര്യം എഴുതിക്കൂടെ? ത്രൂ ദി ക്യാരക്ടർ ജോ തോംസൺ, the writer shows how social responsibility can emerge quietly through thoughtful action rather than emotional speeches. ഇനി നോക്കിയേ, അതിന് ശേഷമാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് ജോയുടെ ഡിസിഷൻ, മാഗിയെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഡിസിഷനെ പറ്റിയിട്ട് എഴുതാം. ജോസ് ഡിസിഷൻ ടു ടേക്ക് മാഗി ഇൻ ടു ഹിസ് ഹോം ഇസ് എ ക്ലിയർ എക്സാമ്പിൾ. കണ്ടോ, ഇപ്പൊ അത്രയും 3 സെന്റൻസ്. ആദ്യത്തെ സെന്റൻസ് നമ്മൾ എഴുതി, രണ്ടാമത്തെ സപ്പോർട്ടിംഗ് സെന്റൻസസ് എഴുതി, ഇനി നമ്മൾ എക്സാമ്പിൾ എഴുതുകയാണ്. കണ്ടോ, എക്സാമ്പിൾ ഓഫ് ഹൗ എംപത്തി ക്യാൻ ബ്രിങ് അബൌട്ട് ലൈഫ് ചേഞ്ചിങ് കോൺസിക്വൻസസ്. ഇനി നമ്മൾ എന്താണ് എഴുതുന്നത്? റീസൺ എഴുതുകയാണ്. ദിസ് ആക്ട് ഇസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ കാരണം എഴുതണമല്ലോ. ഇറ്റ് ചാലഞ്ചസ് കൺവെൻഷൻ ആൻഡ് അണ്ടർസ്കോർസ് ദി പവർ ഓഫ് കൺസേൺസ് ഓവർ പബ്ലിക് ഒപ്പീനിയൻ. പിന്നെ നമുക്ക് എഴുതാൻ ലാസ്റ്റിൽ വരുന്ന, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എഴുതാം, ദ സ്റ്റോറി ഓൾസോ സജസ്റ്റ് that true humanity lies in recognizing suffering and responding with care even when it demands personal sacrifice. Thus an angel in disguise, ലാസ്റ്റിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. Thus an angel in disguise effectively conveys, എന്ത് ഐഡിയ ആണ് കൺവേ ചെയ്യുന്നത്? that human choices guided by kindness and moral awareness can shape lives in meaningful ways. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ജംബിൾഡ് ആയിട്ട് കിടക്കുന്ന സെൻറ്റൻസസ് മാർക്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട്. അപ്പം നിങ്ങൾ പുസ്തകത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ വേണം എഴുതാൻ. ആദ്യത്തെ സെൻറ്റൻസ് ആണ് 7th one, പിന്നെ 4, 6, 2, 5, 1 and 3 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ മുമ്പ് കാണിച്ച സ്ലൈഡിലെ നോക്കി 1, 2, 3 എഴുതരുത്. അതിനാണ് ഞാൻ ഈ ഒരു സ്ലൈഡും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സി ക്വസ്റ്റ്യൻ നോക്കിക്കോ.
Now write a paragraph using the rearranged sentence in the space provided. Replace the highlighted words or expressions with appropriate words from the box below. അപ്പോൾ ആ ബോക്സിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയ സെൻറ്റൻസസ് ഇല്ലേ, അത് നിങ്ങളുടെ പുസ്തകത്തിലെ ഈ ഭാഗത്തിലേക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ വാക്കുകളുടെ അർത്ഥം ഞാനൊന്ന് ആദ്യം പറഞ്ഞു തരാം. In which, instead of, for, highlights, therefore, although, illustrating, how എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം in which എന്ന് പറഞ്ഞാൽ അതായത് അതിൽ വെച്ച്, അതായത് അവിടെ ഒരു സ്ഥലത്തെയോ സാഹചര്യത്തെയോ കൂടുതൽ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് in which. അതായത് this is the house in which I was born. in which എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ജനിച്ച വീടാണ് ഇത്. അല്ലെങ്കിൽ എ സ്കൂൾ ഇൻ വിച്ച് സ്റ്റുഡൻസ് ഫീൽ സേഫ്, അതായത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായിട്ട് തോന്നുന്ന ഒരു സ്കൂൾ. അപ്പം ഇൻ വിച്ചിന്റെ യൂസേജ് മനസ്സിലായോ? അതിൽ അല്ലെങ്കിൽ അതിൽ വെച്ച് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് ഇൻ വിച്ചിന് വരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന് പകരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് പകരം എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഇൻസ്റ്റെഡ് ഓഫ് എന്ന് അർത്ഥമാക്കുന്നത്. അപ്പം ഡ്രിങ്ക് വാട്ടർ ഇൻസ്റ്റെഡ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. അപ്പൊ അതിന് പകരം എന്നാണ് ഇൻസ്റ്റെഡ് ഓഫിന്റെ അർത്ഥം. അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സിന് പകരം വെള്ളം കുടിക്കൂ, ഇൻസ്റ്റെഡ് ഓഫ്. കണ്ടോ? ഹി വാക്ക്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് എ ബസ്. അവൻ ബസ്സിൽ പോകുന്നതിന് പകരം നടന്നുപോയി, ഇൻസ്റ്റെഡ് ഓഫ്. അപ്പം ഇതിന് പകരം എന്ന് എഴുതുന്ന ഒരു സെന്റൻസ് ആണ്. ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ സന്ദർഭം അനുസരിച്ച് ഫോറിന്റെ മീനിങ് മാറാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി, അല്ലെങ്കിൽ കാരണം, അല്ലെങ്കിൽ കാലയളവ്. ഈ 3 കേസിലാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. അതായത് ദിസ് ഗിഫ്റ്റ് ഈസ് ഫോർ യു എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സമ്മാനം നിനക്ക് വേണ്ടിയാണ്. അപ്പൊ വേണ്ടി എന്നൊരർത്ഥം ഫോറിനുണ്ട്. അതുപോലെ കാരണം, അതായത് ഹി വാസ് പണിഷ്ഡ് ഫോർ ഹിസ് മിസ്റ്റേക്ക്. കണ്ടോ? അവന്റെ തെറ്റിനാണ് ശിക്ഷ ലഭിച്ചത്. അപ്പൊ കാരണമാണ് അവിടെ പറയുന്നത്. അതുപോലെ കാലയളവ് പറയുമ്പോൾ, അതായത് ഞാൻ 2 മണിക്കൂർ കാത്തിരുന്നു, അതെങ്ങനെ പറയാം? ഐ വെയിറ്റഡ് ഫോർ 2 hours. അപ്പൊ ഒരു കാലയളവൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോർ യൂസ് ചെയ്യും. പിന്നെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എടുത്തു കാണിക്കുന്നു അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്നു എന്നാണ് ഹൈലൈറ്റിന്റെ അർത്ഥം. അതായത് ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദ വാല്യൂ ഓഫ് കൈൻഡ്നെസ്. അതായത് ഈ കഥ ദയയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. അപ്പൊ ഹൈലൈറ്റിന്റെ മീനിങ് സിമ്പിൾ ആണ്. ഇനി therefore എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ. അപ്പൊ therefore-ന്റെ മീനിങ് എന്താ? അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട്. അപ്പം എക്സാമ്പിൾ പറയാം. ഹി വർക്ക്ഡ് ഹാർഡ് therefore he succeeded. അതായത് അവൻ കഠിനാധ്വാനം ചെയ്തു, അതിനാൽ അവൻ വിജയിച്ചു. കുട്ടികളെ, ഞാൻ ഇത് വായിക്കുന്നത് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഓൾദോയുടെ അർത്ഥം എന്താ? എങ്കിലും, അല്ലെങ്കിൽ എന്നിരുന്നാലും, അല്ലെങ്കിൽ ആയിരുന്നാലും എന്നൊക്കെയാണ് ഓൾദോയുടെ അർത്ഥം. പുസ്തകം കയ്യിലുണ്ടെങ്കിൽ മീനിങ് ടെക്സ്റ്റിൽ എഴുതി വെച്ചാൽ മതി. ഓൾദോ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്കിലും, അല്ലെങ്കിൽ എന്നിരുന്നാലും, അല്ലെ ആയിരുന്നാലും. അപ്പൊ ഓൾദോ ഇറ്റ് റെയിൻഡ് ദേ പ്ലേഡ്. അതായത് മഴ പെയ്തിരുന്നെങ്കിലും അവർ കളിച്ചു. ഓൾദോ ഇറ്റ് റെയിൻഡ് ദേ പ്ലേഡ്. ഓക്കെ. ഇനി ഇലിസ്ട്രേറ്റിംഗ് ഹൗ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതായത് എങ്ങനെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ട് എന്നൊക്കെ എന്നാണ് ഇലിസ്ട്രേറ്റിംഗ് ഹൗ എന്ന് പറഞ്ഞ അർത്ഥമാക്കുന്നത്. അപ്പൊ നോക്കിയേ, ദ പിക്ചർ ഇലിസ്ട്രേറ്റ്സ് ഹൗ പ്ലാന്റ്സ് ഗ്രോ. അതായത് സസ്യങ്ങൾ എങ്ങനെ വളരുന്നു എന്ന് ചിത്രം വ്യക്തമാക്കുന്നു. അപ്പൊ ഇലിസ്ട്രേറ്റ്സ് ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന് വ്യക്തമാക്കുന്നു എന്നാണ് ഇലിസ്ട്രേറ്റിംഗ് ഹൗ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നിങ്ങൾക്കൊന്ന് മനസ്സിലായല്ലോ? ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്ത് എഴുതുകയാണ്. ദ സ്റ്റോറി ഈസ് സെറ്റ് അഗെയിൻ. അപ്പൊ ആ വേർഡ്സ് യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഞാനത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇൻ വിച്ച്, ഹൈലൈറ്റ്സ്, ഇൻസ്റ്റെഡ് ഓഫ്. കണ്ടോ? അതിൽ വേറൊരു കളറിലാണ് അത് എഴുതിയിരിക്കുന്നത്, ബാക്കി ബ്ലാക്കിലാണ്. ദ സ്റ്റോറി ഈസ് സെറ്റ് അഗെയിൻസ്റ്റ്. അപ്പൊ ഇപ്പൊ വായിക്കുന്നത് സ്ലൈഡിലെയാണ്, ശ്രദ്ധിച്ചോണേ. ദ സ്റ്റോറി ഈസ് സെറ്റ് അഗെയിൻസ്റ്റ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോവർട്ടി ആൻഡ് സോഷ്യൽ അപ്പതി ഇൻ വിച്ച് ഇൻഡിഫറൻസ് ഓവർറൈഡ്സ് സിമ്പതി. അപ്പം ഇൻ വിച്ച്, കണ്ടോ? ഇൻ വിച്ച് എന്ന് വന്നു. ഇൻ വിച്ചിന്റെ അർത്ഥം ഓർമ്മയിൽ വെച്ചോണം. ദാരിദ്ര്യവും സാമൂഹിക അവഗണനയും നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിലൂടെ ആണ് ഈ കഥ നടക്കുന്നത്. അവിടെ അനുകമ്പയേക്കാൾ നിസ്സംഗതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. An angel in disguise by T.S. Adar highlights വന്നുണ്ടോ? The transformative power of small acts of compassion. അടുത്ത സെന്റൻസ് നോക്കിയേ. Through the character Joe Thompson, the writer shows how social responsibility can emerge quietly through thoughtful action instead of human
സ്പീച്ചസ്. അപ്പോൾ കണ്ടോ, ഇൻസ്റ്റഡ് ഓഫിൻ്റെ വേർഡ് വന്നത് കണ്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വായിച്ച അർത്ഥം പറഞ്ഞതാണ്, അപ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ജോസ് ഡിസിഷൻ ടു ടേക്ക് മാഗി ഇൻ ഹിസ് ഹോം ഇസ് എ clear example of how empathy can bring about life-changing consequences, illustrating how one kind action can create a better future for someone in need. At the sentence, the act is significant because it challenges convention and underscores the power of conscience over public opinion. The story also suggests that true humanity lies in recognizing suffering and responding with care, although എന്ന് വന്നുണ്ടോ, it demands personal sacrifice. Therefore എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് an angel in disguise effectively conveys the idea that human choices guided by kindness and moral awareness can shape lives in meaningful ways. അപ്പോൾ ഇങ്ങനെ വേണം ഇതുപോലെയുള്ള വേർഡ്സിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള വേർഡ്സും എക്സ്പ്രഷൻസും വെച്ചിട്ട് ഒരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് കമൻസ് ആയിട്ടൊന്ന് അറിയിച്ചാൽ മാത്രം മതി. അപ്പം താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്.